ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 28-നാണ്. നാളെ നവംബർ 29 ആണ്. പക്ഷേ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം അതാണ് ഞാൻ ജനിച്ചത്, എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എന്നാലും പണ്ടത്തെ പോലെ വലിയ എക്സൈറ്റഡ് അല്ല. പണ്ടിങ്ങനെ എല്ലാ ബർത്ത്ഡേ ആകുമ്പോൾ പുതിയ ഡ്രസ്സ്, പുതിയ കേക്ക്, അങ്ങനെ ഒരു ക്രേവിങ്സ് ആണ്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ അനിയത്തിയും. കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഡ്രസ്സ് എടുത്തു തരുമായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് അവൾക്കും, അവളുടെ ബർത്ത്ഡേക്ക് എനിക്കും എടുത്തു തരുമായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത ഞാൻ ഇതെല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാണ്. കാര്യം ഞാൻ ഇതുവരെ ഈ കഴിഞ്ഞു പോയ ബർത്ത്ഡേയ്സ് ഒന്നും തന്നെ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടില്ല. അതിൻ്റെ തലേദിവസം എനിക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പേ എടുത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താണ് ഞാൻ കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുത്തൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം. ഹരി ഓഫീസിൽ നിന്ന് വന്നിട്ട് അധികം താമസിക്കാതെ തന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി കേട്ടോ. 1-2 പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്ന് ത്രെഡ് ചെയ്യണം, പിന്നെ ലുലുവിൽ കയറി കുറച്ച് പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു. ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് ഇവരെ കിട്ടി. ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് ചേട്ടനൊരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മിനി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലുലുവിൽ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിയുടെ വക ഒരു സർപ്രൈസ് കേക്ക് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹരിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇവിടുത്തെ ഹരിയുടെ കൊളീഗ്സും ഫ്രണ്ട്സൊക്കെയാണ്. സോ ഗൈസ്, ഇന്നപ്പം നവംബർ 29 ആയി, എൻ്റെ ബർത്ത്ഡേ ആയി. അപ്പം നമ്മളിന്ന് രാവിലെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നമുക്ക് ഒന്ന് മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫിഷ് മാർക്കറ്റ് നമുക്ക് അടുത്തുണ്ട്. നമ്മൾ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും വലിയ വലിയ മലകളാണ് കേട്ടോ. നമ്മുടെ വീടും ഒരു വലിയ മലേനെ ഫേസ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. ഈ സ്ഥലം ഇവിടുത്തെ വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ കാണുന്ന ഫുട് പാത്തിൽ കൂടെയൊക്കെ വൈകിട്ടാകുമ്പോൾ ഒരുപാട് പേര് നടക്കാൻ വരും. നമ്മളും ഇടയ്ക്ക് പോകാറുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മത്രയിലേക്കാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 10 to 11 മിനിറ്റ്സോളം മാത്രം നമുക്ക് ഡ്രൈവ് ഉള്ളൂ മത്രയിലേക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ എന്നില്ലെങ്കിൽ നമുക്ക് ഫിഷ് ഒന്നും കിട്ടില്ല. ഇന്ന് നമ്മുടെ കൂടെ പോകാൻ വേണ്ടി അർജുനും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. നമ്മളങ്ങനെ മത്ര എത്തിയിട്ടുണ്ട്. ഈ റൗണ്ട് അബൌട്ടിൽ കാണുന്ന ഫിഷിൻ്റെ സ്റ്റാച്ചു വെച്ചാണ് ഞാൻ മത്ര എത്തിയെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് കടലാണ്. അവിടെ ഒരു കപ്പൽ കിടക്കുന്ന കണ്ടില്ലേ, അത് ഇവിടുത്തെ രാജാവിൻ്റെ കപ്പലാണ്. ഒരടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിലുപരി ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ മത്ര. ഇവിടെ പണ്ട് ഓയിലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മത്രയായിരുന്നു ഇവരുടെ സെൻറ്റർ ഓഫ് കൊമേഴ്സ്. അതുകൊണ്ട് നമുക്കിവിടെ വന്ന ഫിഷ് മാത്രമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കടന്നു. ഇന്നും ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ പതുക്കെ ഓരോ ഫിഷിൻ്റെ അടുത്ത് പോയി നോക്കി, വിലയൊക്കെ തിരക്കി, അങ്ങനെ കുറച്ച് അതിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആ കാണുന്ന ഒരു നീല കളറുള്ള മീനെ ഞാൻ കാണുന്നത്. കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മീനാണത്. നമ്മളിന്നത് ഈ കാണുന്ന പാരയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടെ വെച്ച് വാങ്ങിക്കുന്ന മീൻ ഇവർ ക്ലീൻ ചെയ്ത് തരും. പക്ഷെ നമ്മളിന്ന് ക്ലീനൊന്നും ചെയ്യിപ്പിച്ചില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ അത്യാവശ്യം അടിപൊളിയായതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് കപ്പ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ലുലുവിൽ കയറി കപ്പ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അർജുൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിത്തത്. നമ്മളിന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്നുള്ള പ്ലാനൊക്കെ ഷിഫ്റ്റാക്കി ഈവനിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മസ്കറ്റിൽ മെയിനായിട്ട് 2 അമ്പലങ്ങളുണ്ട് കേട്ടോ. ഒരു കൃഷ്ണൻ്റെ അമ്പലവും ഒരു ശിവൻ്റെ അമ്പലവും. നമ്മളിപ്പം ശിവൻ്റെ അമ്പലത്തിലാണുള്ളത്. ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള അമ്പലങ്ങളാണ് കേട്ടോ ഇത് രണ്ടും. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അങ്ങനെ എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടെ കടന്നുപോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.